രക്ഷയില്ലെന്ന് കണ്ടതുകൊണ്ട് വീരൻ വിവരങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിൽ നിന്ന് അവർക്കെന്തെങ്കിലും തുമ്പ് കിട്ടുമോ? കൊലയാളി എന്ന നോവലിൻ്റെ 21-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ഉമ്മച്ചൻ്റെ പേര് കേട്ടതും വീരൻ്റെ കയ്യിൽ നിന്നും ചാരായം കുടിച്ചുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക് പാക്കറ്റ് താഴേക്ക് വീണു. അയാൾ ആകെ വിയർക്കുകയും ചെയ്തു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവരോട് പറയാതെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് കഴിയില്ലെന്ന് അപ്പോൾ വീരന് ബോധ്യമായി. ഒരു സംശയവുമില്ലാതെയാണ് ഇത്രയും നേരം ഇവരുടെ കൂടെ വന്നത്. അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. എങ്കിൽ ഇത്രയും കുഴപ്പങ്ങൾ വരില്ലായിരുന്നു. പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും തിരിച്ചു കിട്ടില്ലല്ലോ. താൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവരുടെ അധികാരപരിധിയിലുള്ള സ്ഥലമല്ലല്ലോ ഇത് എന്നാണ്. നിയമപരമായി അവർക്ക് യാതൊന്നും ചെയ്യാൻ അധികാരമില്ലാത്ത സ്ഥലമാണല്ലോ ഇവിടം. അപ്പോഴാണല്ലോ അവർ പറയുന്നത് എവിടെ വേണമെങ്കിലും നിയമപാലകർക്ക് അധികാരമുണ്ടെന്ന കാര്യം. അല്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു സംസ്ഥാനത്തു നിന്നും കുറ്റം ചെയ്തിട്ട് വേറൊരു സംസ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടാൽ മതിയല്ലോ. ഇവർ പറഞ്ഞത് ശരി തന്നെ ആയിരിക്കും. മറ്റ് സ്ഥലത്തു നിന്നും ഇവിടെ വന്ന് കളവ് നടത്തിയിട്ട് പോകുന്നവരെ നമ്മുടെ പോലീസ് പിന്തുടർന്ന് പിടിക്കുന്നില്ലേ? താൻ കരുതിയതുപോലെ ആയിരുന്നെങ്കിൽ അത് നടക്കില്ലല്ലോ. നേരിട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെയുള്ള പോലീസുകാരുമായി ബന്ധപ്പെട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം അതുപടി നടപ്പാക്കാൻ കഴിയുമത്രേ. രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച സ്ഥലത്ത് അത് കിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പായി. അതോടെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറയുന്നതാണ് നല്ലതെന്ന് വീരന് തോന്നി. സ്വന്തം ശരീരത്തിന് വെറുതെ എന്തിന് കേടുവരുത്താൻ ഇടയാക്കണം? ഇത്ര കാലമായിട്ടും സമ്പാദ്യമായി ഉള്ളത് ഈ ശരീരം മാത്രമാണ്. അതുകൂടി കേടായാൽ പിന്നെ താൻ ഒന്നുമല്ല. അത്രയും ബോധം തോന്നിയപ്പോൾ തന്നെ അയാൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. അയാൾ പറയാൻ തുടങ്ങിയ നിമിഷം തന്നെ മഹേന്ദ്രൻ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന വോയിസ് റെക്കോർഡർ ഓണാക്കി. അത് വീരൻ അറിഞ്ഞതുമില്ല. അങ്ങനെ ഒരു സാധ്യത കരുതിയതുമില്ല. ഉമ്മച്ചൻ മുതലാളി പണക്കാരനാകുന്നതിന് മുൻപ് തന്നെ താൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നതാണ്. അന്നൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കാനും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഉമ്മച്ചൻ തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. തനിക്കെവിടെയാണെങ്കിലും ജോലി ചെയ്യണം, കുടുംബം പോറ്റണം എന്ന് മാത്രമേ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അന്ന് തനിക്ക് കുടുംബമുണ്ടായിരുന്നു. ന്യായമല്ലാത്ത കാര്യങ്ങളൊന്നും അന്ന് തനിക്ക് ചെയ്യേണ്ടി വന്നുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം താൻ തന്നെയാണ് ഉമ്മച്ചനോട് ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞത്. തൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ സ്ഥലം ഇടപാടാക്കി കൊടുക്കുന്ന വകയിൽ കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അതുപോലെ തനിക്ക് കഴിയില്ല, എന്നാൽ ഉമ്മച്ചന് കഴിഞ്ഞേക്കും. എഴുതാനും വായിക്കാനുമെങ്കിലും നേരെ ചൊവ്വയെ അറിയാമായിരുന്നെങ്കിൽ ഉമ്മച്ചനെ നിർബന്ധിക്കുന്നതിനു പകരം താൻ തന്നെ ബ്രോക്കർ പണി ഏറ്റെടുക്കുമായിരുന്നു. ബന്ധുവായ ചെറുക്കൻ അന്ന് എന്നോട് തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് അക്ഷരം വായിക്കാൻ പോലും അറിയില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞത് അക്ഷരമറിയാവുന്ന ആരെയെങ്കിലും കൂടെ കൂട്ടാനാണ്. ഞാൻ ആലോചിച്ചിട്ട് അതിലും നല്ലത് ഉമ്മച്ചൻ തന്നെ ആയിരിക്കും. എൻ്റെ ബന്ധുവായ ചെക്കൻ ശരീരമനങ്ങി പണിയെടുക്കാറേയില്ല. അവനോട് ചോദിച്ചാൽ പറയുന്നത് മുന്നോട്ട് ഭാവിയുള്ള ഏർപ്പാട് സ്ഥലം ബ്രോക്കർഷിപ്പ് എന്നാണ്. ആ കാര്യവും ഉമ്മച്ചന് പറഞ്ഞു കൊടുത്തത് താൻ തന്നെയാണ്. ലാഭം കിട്ടാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തിട്ടും അയാൾ അതിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഇറങ്ങാൻ മടിച്ചു നിന്ന ഉമ്മച്ചനെ ഉന്തിത്തള്ളിയെന്ന് പറയും പോലെയാണ് ഒരു സ്ഥലത്തിൻ്റെ കച്ചവടത്തിന് ബ്രോക്കറാക്കിയത്. അതിൽ നിന്ന് അയാൾക്ക് കുറേ പണം കിട്ടി. സാധാരണയിലും കൂടുതൽ കിട്ടിയത് എങ്ങനെയെന്നറിയണ്ടേ? വിൽക്കുന്നയാളിൽ നിന്നും വാങ്ങുന്നയാളിൽ നിന്നും അയാൾ കമ്മീഷൻ വാങ്ങിച്ചു. നിയമപ്രകാരം ഒരാളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. എന്നിട്ടും അയാൾ അതൊന്നും പാലിക്കാൻ പോയില്ല. അന്ന് അയാൾ തന്നോട് പറഞ്ഞു, ഒറ്റ അനുഭവം കൊണ്ട് മനസ്സിലായി വീരാ,
നീ പറഞ്ഞത് നല്ല സ്വയംഭൻ പദ്ധതിയാണ്. ഇനി ഞാൻ ബാക്കി പണിയൊക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായും ഇതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ഉമ്മച്ചന് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ കയ്യിൽ കാശ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്. തന്നെ കൊണ്ട് ചെയ്യാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരുടെയും സഹായമില്ലാതെ താൻ തന്നെ അത് ചെയ്യുമായിരുന്നു. ആ വിവരം ഉമ്മച്ചനും അറിയാം. പിന്നെ മുതലാളിയുടെ കയ്യിലുണ്ടെങ്കിലും തനിക്കുള്ളതുപോലെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചാണ് മുതലാളിയെ ഈ രംഗത്തേക്ക് ഇറക്കാൻ ഇത്രയും ബുദ്ധിമുട്ടിയെങ്കിലും യാതൊരു നഷ്ടവും വിചാരിക്കാനില്ല. മുതലാളി ആ രംഗത്ത് പിടിച്ചു കയറും എന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് അന്ന് അവിടെ നിന്നും ഓരോ പൈൻ്റ് അടിച്ച് പിരിഞ്ഞത്. പിന്നെ മുതലാളിയുടെ വളർച്ച വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു എന്ന് പറയാം. വളരെ കുറച്ച് കച്ചവടങ്ങൾക്ക് മാത്രമേ മുതലാളിക്ക് കമ്മീഷനായി വാങ്ങേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും മുതലാളിയുടെ ജ്യേഷ്ഠൻ ചെറിയാച്ചനും അദ്ദേഹത്തോടൊപ്പം കൂടി. മനസ്സാലെ കൂടിയതൊന്നുമല്ല, ഉമ്മച്ചൻ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടിയതാണ്. പിന്നെ അവർ സ്ഥലം വാങ്ങി വിൽപ്പന എന്ന രീതിയായി. അതിനായി അവർ എങ്ങനെയോ കുറച്ച് പണവും സംഘടിപ്പിച്ചു. കമ്മീഷൻ കിട്ടിയതിന് പുറമെ ആദ്യം നടത്തിയ കച്ചവടം മുതൽ തന്നെ അവർക്ക് രണ്ടുപേർക്കും അടിവെച്ച് കയറ്റമായിരുന്നു. അവരെടുക്കുന്ന സ്ഥലത്തിനെല്ലാം വാങ്ങുന്നതിൻ്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയുമൊക്കെ വിലയ്ക്കാണ് മറിച്ചു വിറ്റുകൊണ്ടിരുന്നത്. അത് പിന്നെ നല്ല നേരം കൊണ്ടല്ലേ. അങ്ങനെ ഇരിക്കെ തീർത്തും അപ്രതീക്ഷിതമായി ആരും വാങ്ങാൻ തയ്യാറില്ലാത്ത ഒരു ചെളിക്കുണ്ട് അവർ വാങ്ങിച്ചു. അതെന്ത് കണ്ടുകൊണ്ടാണ് വാങ്ങിയത് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇത്രമാത്രം മണ്ടത്തരം കാണിക്കാൻ ഇവർ വെറും ഊളന്മാരാണോ ഇവരെന്നാണ് നാട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത്. നാട്ടുകാരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാണല്ലോ. ഒന്നും കാണാതെ അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലെന്നറിയാവുന്നതുകൊണ്ട് താൻ അതിന് അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. 1 ഏക്കറിലധികമുണ്ടായിരുന്ന ആ സ്ഥലം വെറുതെ കൊടുക്കാൻ പോലും ആ വീട്ടുകാർ തയ്യാറായിരുന്നു. വെറുതെയാണോ വാങ്ങിച്ചത് എന്നും അറിയില്ല. പക്ഷേ പറഞ്ഞതങ്ങനെയല്ല. കൊടുത്തൊഴിവാക്കിയാൽ നികുതിയെങ്കിലും കൊടുക്കണ്ടല്ലോ എന്നായിരുന്നു ആ വീട്ടുകാരുടെ സമാധാനം. എന്നിട്ടും ചെറിയ വില കൊടുത്തെന്നാണ് മുതലാളി പറഞ്ഞത്. അടുത്ത നാട്ടിൽ ഒരു കുന്നിടിച്ചതിൽ നിന്നും ഒന്നിനും കൊള്ളാത്ത മണ്ണ് മുഴുവൻ കൊണ്ടുപോയി ഇടാൻ സ്ഥലമില്ലാതിരിക്കുകയായിരുന്നു കുറച്ചു പേർ. അവർക്കത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. ചെളിക്കുണ്ട് വാങ്ങിച്ചതിന് ശേഷം ആ കുന്നിടിച്ച മണ്ണ് മുഴുവനും കൊണ്ടുവന്ന് ആ ചെളിക്കുണ്ടിൽ തട്ടാൻ അനുവാദം കൊടുത്തു. എല്ലാം അതിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ ചെളിക്കുണ്ട് അപ്രത്യക്ഷമായി. നല്ല നിരപ്പുള്ള 1.5 ഏക്കർ സ്ഥലം വഴിയുടെ അരികിൽ തന്നെ വിൽക്കാൻ തയ്യാറായി. അതിൽ നിന്ന് വലിയൊരു തുക കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ആ സമയത്താണ് അതിനടുത്തുകൂടി തന്നെ ഹൈവേ വരുന്ന വിവരം ഉമ്മച്ചൻ അറിഞ്ഞത്. ആദ്യമൊന്നും ആരും വിശ്വസിച്ചില്ല. കാരണം ഉമ്മച്ചനും ചെറിയാച്ചനും സത്യം പറയുക എന്ന സ്വഭാവം തന്നെ കളഞ്ഞു കുളിച്ചിരുന്നു. ഹൈവേക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയപ്പോൾ അവർ സ്വാധീനം ചെലുത്തി നിരത്തിയ ചെളിക്കുണ്ടിൻ്റെ അടുത്തുകൂടി തന്നെ ഹൈവേയുടെ അലൈൻമെൻറ്റ് മാറ്റി. ഹൈവേയുടെ പണി തുടങ്ങിയപ്പോഴേക്കും തന്നെ നിരത്തിയ സ്ഥലം വാങ്ങാൻ ആളുകൾ എത്തിത്തുടങ്ങി. ആദ്യമൊന്നും അവരത് വിൽക്കാൻ പോലും തയ്യാറായില്ല. അതിനനുസരിച്ച് ആവശ്യക്കാർ കൂടി വന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്ഥലം വിറ്റ് പോയപ്പോഴേക്കും അവർക്ക് കിട്ടിയ പണം എത്ര എന്ന് പറയാൻ പോലും പറ്റില്ലായിരുന്നു. കിട്ടിയതിൽ ഏതാണ്ട് മുഴുവനും ലാഭമായിരുന്നല്ലോ താനും. അതുവരെ വെറും ഉമ്മച്ചനായിരുന്നയാൾ അതോടെ മുതലാളിയായി. മുതലാളിയായതോടെ ഉമ്മച്ചൻ്റെ സ്വഭാവത്തിലും കാര്യമായ മാറ്റങ്ങൾ വന്നു. അത്ര കാലവും എന്ത് കാര്യത്തിനും സഹായിക്കാനുണ്ടായിരുന്നത് താൻ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് പുറമെ വേറെ കുറേ പേർ കൂടി എന്തിനും സഹായിക്കാൻ തയ്യാറായി അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഉമ്മച്ചൻ തന്നെ മറന്നൊന്നുമില്ല. എന്താവശ്യത്തിന് പണം ചോദിച്ചാലും കണക്കൊന്നുമില്ലാതെ തനിക്ക് തരുമായിരുന്നു. അത് തിരിച്ചു ചോദിക്കാറുമില്ല.
പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും വേണം. അത് എന്തു തന്നെയാണെങ്കിലും ചെയ്യുകയും വേണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ആ ഇടയ്ക്ക് അവിടെ ഒരു പള്ളി വരാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പള്ളിക്കുള്ള സ്ഥലത്തിന് കമ്മീഷൻ വാങ്ങുന്നില്ല എന്നാണ് ഉമ്മച്ചൻ എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ സ്ഥലം വിൽക്കുന്നവരിൽ നിന്നും അവർക്കുള്ളത് ഈടാക്കാനായിരുന്നു ഉമ്മച്ചൻ്റെയും ചെറിയാച്ചൻ്റെയും പദ്ധതി. അത് വിജയിക്കുകയും ചെയ്തു. അതിലും മോശമല്ലാത്ത ഒരു തുക അവരുടെ രണ്ടുപേരുടെയും കയ്യിലെത്തി. അതിനിടയിലാണ് പള്ളിയുടെ എതിർവശത്ത് തന്നെയുള്ള സാമാന്യം വിശാലമായ ഒരു പറമ്പ് വാങ്ങുന്നതിനെക്കുറിച്ച് അവർ രണ്ടുപേരും ആലോചിച്ചത്. കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങാം എന്നതായിരുന്നു ചെറിയാച്ചൻ്റെ പദ്ധതി. പക്ഷേ ഉമ്മച്ചൻ്റെ പ്ലാൻ അങ്ങനെ ആയിരുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ആ സ്ഥലം വാങ്ങണം എന്ന വാശിയിലായിരുന്നു അയാൾ. ഒരു തവണ ഉമ്മച്ചൻ തന്നെ അയാളുടെ 2 സഹായികളെയും കൂട്ടി അവരുടെ വീട്ടിൽ ചെന്ന് സ്ഥലത്തിന് വില പറഞ്ഞു. അപ്പോൾ അവർ വില പറയാൻ പോയിട്ട് പറഞ്ഞ വില കേൾക്കാൻ പോലും തയ്യാറായില്ല. സ്ഥലം കൊടുക്കില്ല എന്ന നിർബന്ധത്തിലായിരുന്നു അവർ. കൊടുക്കില്ലെന്ന് അവർ നിർബന്ധം പിടിച്ചതുപോലെ തന്നെ അവരുടെ അടുത്തു നിന്നും അത് വാങ്ങിയേ അടങ്ങൂ എന്നതായിരുന്നു ഉമ്മച്ചൻ്റെ വാശി. വാശി കൊണ്ട് ഒരു കാര്യവും നേടുകയില്ലെന്നും ആ സ്ഥലം പോയാൽ വേറൊരു സ്ഥലം കിട്ടുമെന്നും ഒക്കെ ചെറിയാച്ചൻ വരെ പറഞ്ഞു നോക്കി. എന്നാൽ ഉമ്മച്ചൻ അത് സമ്മതിച്ചില്ല. ന്യായമായിട്ടാണെങ്കിൽ വില കൊടുത്തു വാങ്ങും, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങും എന്നായിരുന്നു ഉമ്മച്ചൻ്റെ നിലപാട്. അത് നടക്കില്ലായിരിക്കും എന്നതുകൊണ്ട് താൻ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പോയില്ല. ആ ഇടയ്ക്ക് നേരത്തെ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് ഉമ്മച്ചൻ്റെ ഒപ്പം കൂടേണ്ടി വന്നു. ഉമ്മച്ചൻ്റെ പ്രവൃത്തികളെല്ലാം ന്യായത്തിൻ്റെ വഴി വിട്ട് പുറത്തേക്ക് പോയി തുടങ്ങിയിരുന്നു. അതിൽ നിന്നും അയാൾക്ക് ധാരാളം നേട്ടമുണ്ടാവുകയും ചെയ്തു. ഇപ്പോഴുള്ള അയാളുടെ ശിങ്കിടികൾ അത്തരം കാര്യങ്ങൾക്ക് സഹായികളായി നിൽക്കുന്നുമുണ്ടായിരുന്നു. പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ പള്ളി വരുന്നതിന് മുൻപ് തന്നെ വാങ്ങിച്ച് അവർ രണ്ടുപേരുടെയും പേരിലാക്കി ഇട്ടിരുന്നു. പള്ളി വന്നതുകൊണ്ട് മാത്രം സ്ഥലത്തിന് വില അത്രയൊന്നും കൂടില്ല എന്നായിരുന്നു മിക്കവരുടെയും ധാരണ. അതും തെറ്റായ ധാരണയായിരുന്നു എന്ന് അനുഭവം തെളിയിച്ചു. പള്ളി വന്നതിന് ശേഷം മറിച്ചു വിറ്റപ്പോൾ വലിയൊരു തുകയാണ് അവർക്കതിൽ നിന്നും കിട്ടിയത്. ആ കച്ചവടത്തിൻ്റെ ലാഭം കിട്ടിയതിന് ഉമ്മച്ചൻ വാങ്ങിയതാണ് 10 ഏക്കർ റബ്ബർ തോട്ടവും അതിന് നടുക്ക് ഒരു വീടും. ആ വീട്ടിൽ അങ്ങനെ സ്ഥിരമായി ആരും താമസമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരമാണ് എന്നോട് വണ്ടിയുമായി മേൽപ്പറഞ്ഞ വീട്ടിലേക്ക് തനിയെ എത്താൻ ഉമ്മച്ചൻ പറഞ്ഞത്. എന്തിനായിരുന്നോ ആവോ, പരിമിതമായ അറിവ് വെച്ച് കഴിയുന്നത് പോലെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. കുറവുകളൊക്കെ കാണും. നിങ്ങൾ ശ്രമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.